ജാസി പോയാലും കൊള്ളാം, ജാസി ഗിഫ്റ്റ് പോയാലും കൊള്ളാം. നമ്മുടെ കേരളത്തിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു, ചേച്ചി ബിഗ് ബോസിലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. ക്രെഡിറ്റ് ലിസ്റ്റ് ചേച്ചി ഇല്ലല്ലോ, ജാസി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ബിഗ് ബോസിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ജാസി പോയാലും കൊള്ളാം, ജാസി ഗിഫ്റ്റ് പോയാലും കൊള്ളാം. നമ്മുടെ കേരളത്തിൽ വളരെ ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വിഭാഗമാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി. ബിഗ് ബോസിന്റെ കഴിഞ്ഞ സീസണുകളിലെ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ നാദിരൊഴിച്ചിട്ട് വന്ന കണ്ടസ്റ്റന്റുകൾ എല്ലാം തന്നെ വളരെ നെഗറ്റീവ് എനർജി പരത്തിയിട്ട് ഒരു വളരെ ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റികളുടെ ജീവിതത്തെയും അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസിനൊന്നും ഇത് അറിയത്തില്ല. നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷൻസ് ആണ്, നിങ്ങൾക്ക് റേറ്റിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നിങ്ങളുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റികൾക്ക് അത് ഒരുപാട് ബുദ്ധിമുട്ടും അവരുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുക എന്നുള്ള കാര്യം ബിഗ് ബോസ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ടീച്ചർമാരുണ്ട്, പൈലറ്റ്സ് ഉണ്ട്, അതുപോലെ ആർട്ടിസ്റ്റുകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് താഴേക്കിടയിൽ നിന്നും സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് വേദനകളും അപമാനങ്ങളും ഒക്കെ സഹിച്ച് ഒരുപാട് നല്ല നിലയിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി വിഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ആൻഡ് ടീമിന് ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക്, കമ്മ്യൂണിറ്റികൾക്ക് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരാളെ ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ റീൽസിൽ കാണുന്ന ഒരു 15 സെക്കൻഡ് വീഡിയോ അല്ല നമ്മളുടെയൊക്കെ ജീവിതം, അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിലെ കണ്ടസ്റ്റൻസുകൾക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്.